ഹലോ! എല്ലാ സോളുകൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ സറണ്ടറിങ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഡിവൈൻ ഫെമിനൈൻസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിൽ പലരും ട്വിൻ ഫ്ലെയിം ജേർണി ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തവരായിരിക്കുമല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് യഥാർത്ഥ സറണ്ടറിങ് ആണോ എന്ന് നിങ്ങൾക്കറിയാമോ? അതോ നിങ്ങളുടെ മനസ്സിൻ്റെ വെറും തോന്നലാണോ ഞാൻ എല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തു എന്നുള്ളത്? ഞാനും ഒരു ഡിവൈൻ ഫെമിനൈൻ ആണ്. ഞാനും ഇതുപോലെ പലവട്ടം എൻ്റെ ഡിവൈൻ ജേർണി, അതായത് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണി ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തതാണ്. പക്ഷേ ഞാൻ ചെയ്തതല്ല യഥാർത്ഥ സറണ്ടറിങ് എന്നെനിക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് 1 വർഷവും 7 മാസവും വേണ്ടി വന്നു. അപ്പോൾ നമുക്ക് എന്താണ് സറണ്ടറിങ് എന്ന് നോക്കാം. സറണ്ടറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബലം പിടിച്ച് നിർബന്ധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ ലൈഫിൽ അറിയാതെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡിവൈൻ ഫെമിനൈൻസിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തി, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ട്രേഞ്ചർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു. മറ്റാരിൽ നിന്നും കിട്ടാത്ത ഒരു പ്രയോറിറ്റി നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നു. ഒരു കെയറിങ് കിട്ടുന്നു. പ്രത്യേക തരത്തിലുള്ള സ്നേഹം കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ആ ഒരു ലവ് ഫേസ് ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ? ആദ്യത്തെ ഒരു സ്റ്റേജ്. നമ്മളങ്ങനെ ഏതോ ഒരു ലോകത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന് ഇൻസെക്യൂരിറ്റി ഫീൽ ആവുകയാണ്. അവർ നമ്മളെ ട്രിഗർ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഡിവൈൻ ഫെമിനൈൻസ് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്ന് വീഴും. ഇതാണ് ഒരു സെപ്പറേഷൻ. ഈ സെപ്പറേഷൻ സമയത്തായിരിക്കും നമ്മൾ ട്വിൻ ഫ്ലെയിം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടാരോട്ട് കാർഡ് റീഡിങ്ങിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുക. അപ്പം നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഒരു ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ ആ വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കും. നമ്മളെക്കൊണ്ടാവുന്നത്ര രീതിയിൽ നമ്മളത് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊരു ഡിവൈൻ ജേർണി ആണെന്നും സ്പിരിച്വൽ ജേർണി ആണെന്നും നമുക്ക് മനസ്സിലാവും. ഓപ്പോസിറ്റ് നിന്ന വ്യക്തി നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ വീഡിയോയിൽ കേൾക്കേണ്ട മറ്റൊരു കാര്യമായിരിക്കും, നിങ്ങൾ ഈ ജേർണി സറണ്ടർ ചെയ്യുക. ഇത് നിങ്ങളുടെ കയ്യിലല്ല ഇതിൻ്റെ കൺട്രോള്, ഇത് ഡിവൈൻ്റെ കയ്യിലാണെന്ന്. അപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനെല്ലാം ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈനിലേക്ക് കൊടുക്കൂലേ? പക്ഷെ ശരിക്കും ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നമ്മൾ സറണ്ടർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ വിട്ടുപോയിട്ടുള്ള ആ വ്യക്തി, നമുക്കിതുവരെ സ്നേഹം നൽകിക്കൊണ്ടിരുന്ന ആ വ്യക്തി നമ്മളിലേക്ക് തിരിച്ചു വരണം. ഞങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകണം. അവൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടരുത്, അവനെനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നതും ഈ ജേർണി സറണ്ടർ ചെയ്യുന്നതും. പക്ഷെ സറണ്ടർ ചെയ്തു ഡിവൈനിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾ ഇടയ്ക്ക് അവരെക്കുറിച്ചൊരു ഭയങ്കരമായിട്ടുള്ളൊരു തിങ്കിങ് വരുമ്പോൾ, അല്ലെങ്കിൽ അവരോടൊരു ക്രേവിങ് തോന്നുമ്പോൾ നമ്മൾ പോയിട്ട് അവരെ ചേസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ചേസ് ചെയ്യുന്നതല്ല സറണ്ടറിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ ആണോ ഇതിൽ കൺട്രോൾ എടുക്കുന്നത്? അല്ല, നമ്മൾ തന്നെയല്ലേ കൺട്രോൾ എടുക്കുന്നത്. അപ്പോൾ ഇതല്ല സറണ്ടറിങ്. പിന്നെ നമ്മൾ എത്ര അവരെ ചേസ് ചെയ്ത് പോയാലും അവർ നമുക്ക് ആ ഒരു പഴയ സ്നേഹവും കെയറിങ്ങും ഒന്നും കിട്ടില്ല, തരില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കും. എന്തായാലും ഇനി ഇത് വേണ്ട, നിർത്തിയിട്ട് പോവാം എന്നോർത്തിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കും. പക്ഷെ ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കിയാലും നമ്മളെക്കൊണ്ടത് സാധിക്കില്ല. വീണ്ടും ഡിവൈൻ നമ്മളെ ഇതിനകത്തേക്ക് തന്നെ പിടിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്തിടും. വീണ്ടും നമ്മൾ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ ജേർണി പല പ്രാവശ്യം സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്യുമ്പോഴും ഈ വ്യക്തി നമ്മുടെ മൈൻഡിൽ, ബാക്ക് ഓഫ് ദ മൈൻഡിൽ 24 മണിക്കൂറും ഉണ്ടാവും. നമുക്ക് ന്യൂ മൂൺ, ഫുൾ മൂൺ ആ ഒരു ടൈമിൽ അവരെക്കുറിച്ചിട്ടുള്ള ക്രേവിങ്ങും ഓവർ തിങ്കിങ്ങും ഒക്കെ കൂടുതലായിരിക്കും. വീണ്ടും നമ്മൾ പോയിട്ട് ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമ്മൾ മാസങ്ങളോളം ചിലപ്പോൾ അവരെ ചേസ് ചെയ്യാം, വർഷങ്ങളോളം നമ്മൾ ചിലപ്പോൾ അവരെ ചേസ് ചെയ്യും. പക്ഷെ ഒരു ഫലം ഉണ്ടാവില്ല അല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ ഈ ജേർണിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഫലമില്ല. വീണ്ടും വീണ്ടും നമ്മളെ ഡിവൈൻ ഇതിനകത്തേക്ക് തന്നെ പിടിച്ചിടും. വീണ്ടും നമ്മൾ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു പകുതിയോളം നമുക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധം വരും, ഇതൊന്ന് റിയലായിട്ട് സറണ്ടർ ചെയ്യാമെന്ന് ഓർക്കും. അങ്ങനെ സറണ്ടർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം.
ഒരു 90% ഡിവൈൻ ഫെമിനൈൻസും സറണ്ടർ ചെയ്യുന്ന രീതി, ഡിവൈൻ ഞാനിത് സറണ്ടർ ചെയ്യാണ്, ഇനി എല്ലാം യൂണിവേഴ്സിൻ്റെ ഇഷ്ടം, പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനിപ്പോൾ എൻ്റെ കൂടെ ഉള്ള, അതായത് എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ആ വ്യക്തി തന്നെ ആയിരിക്കണം എൻ്റെ ടിൻ ഫ്ലെയിം, മറ്റൊരു വ്യക്തി ആവരുത്, മറ്റൊരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് ഇനി വരരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും സറണ്ടർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതും യഥാർത്ഥ സറണ്ടർ അല്ല. അപ്പോഴും നമ്മൾ നമ്മുടെ ആ ഒരു ആഗ്രഹം, നമുക്ക് ആ വ്യക്തിയെ തന്നെയാണ് വേണ്ടത് അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. വീണ്ടും ചിലപ്പോൾ നമുക്ക് ഒരു ക്രേവിംഗ് ഒക്കെ തോന്നി വീണ്ടും നമ്മൾ അവരെ ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒരു കോണ്ടാക്റ്റിൽ വരാം, എന്നിട്ട് നമ്മൾ ട്രിഗർ ചെയ്തിട്ട് പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചേസ് ചെയ്ത് കഴിയുമ്പോഴും ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഒരു തരത്തിലുള്ളൊരു പ്രയോറിറ്റിയും കിട്ടാതെ നമ്മൾക്ക് ട്രിഗറിങ് മാത്രം കിട്ടി നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് നമുക്ക് വരും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ഷെയിം തോന്നും. എന്തിനാ ആ വ്യക്തിയുടെ പുറകെ വെറുതെ സ്നേഹം ഇങ്ങനെ ബെഗ് ചെയ്ത് പോകുന്നത്, ശരിക്കും ഞാനൊരു ബെഗ്ഗറാണോ എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി വേണ്ട, ആള് പോണെങ്കിൽ പോട്ടെ, എന്നെ വേണമെന്ന് വിചാരിച്ച് വരുന്നെങ്കിൽ വരട്ടെ, ഇനി ഞാൻ ഒരിക്കലും അവനെ ശല്യം ചെയ്യില്ല എന്നുള്ള രീതിയിൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുത്ത് നമുക്കൊരു സെൽഫ് വാല്യൂ തോന്നിയിട്ട് നമ്മൾ ആ ഒരു ചേസിങ് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു യഥാർത്ഥ ആത്മാവ് കൊണ്ടൊരു സറണ്ടറിങ് ഉണ്ട്. എന്ത് തന്നെ എൻ്റെ ലൈഫിലേക്ക് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, എല്ലാം എൻ്റെ നല്ലതിന്. ഇനിയിപ്പോൾ ആ വ്യക്തിയാണ് എൻ്റെ ടിൻ ഫ്ലെയിം എങ്കിലും അല്ലെങ്കിലും എല്ലാം എനിക്ക് നല്ലതിനാണ് സംഭവിക്കുകയുള്ളൂ. ഡിവൈൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്ത് നമ്മളിൽ സ്വയം ട്രസ്റ്റ് ചെയ്ത് നമ്മളൊരു സറണ്ടറിങ് ഉണ്ട്. അതായത് എന്ത് വന്നാലും, ഇനിയിപ്പോൾ ആ വ്യക്തി പോയാലും ആരൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പോയാലും വന്നാലും ഒന്നും ഒരു പ്രശ്നമില്ല, എല്ലാം എൻ്റെ നല്ലതിനാണ് നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈനിലേക്ക് ഫുള്ള് കൊടുക്കുന്ന ഒരു സമയം വരും നമ്മുടെ ടിൻ ഫ്ലെയിം ജേർണിയിൽ. അതാണ് ശരിക്കും യഥാർത്ഥ സറണ്ടറിങ്. നമ്മുടെ സോള് കൊണ്ട് സറണ്ടർ ചെയ്യുന്നതാണത്. ഇങ്ങനെ നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫുള്ളായിട്ട് മാറാൻ തുടങ്ങും. നമുക്ക് നമ്മളെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് പറ്റും, ഡിവൈനെ നമുക്ക് അടുത്തറിയാനായിട്ട് പറ്റും, നമുക്ക് എന്താ പറയുക, ഡിവൈൻ പവേഴ്സിൻ്റെ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടിൻ ഫ്ലെയിം വന്നാലും വന്നില്ലെങ്കിലും ഒരു പ്രശ്നമേ ഇല്ല, എനിക്ക് ഞാനുണ്ട് എന്നൊരു തോന്നലിലേക്ക് നമ്മൾ വരും. അവിടുന്ന് നമ്മുടെ ലൈഫിൽ അബണ്ടൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് ശരിക്കും യഥാർത്ഥ സറണ്ടറിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ടേക്ക് കെയർ.